ഇപ്പോൾ ജി സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. സ്റ്റേഡിയം വാർഡ് അജേഷ് അയാളെ എല്ലാവർക്കും അറിയാം, അയാളുടെ സ്വഭാവം എന്താണല്ലോ. അയാളുടെ പോസ്റ്റ് അടിച്ചു, അയാൾ വല്ല കാര്യമുണ്ടോ? അയാളെ ബാധിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? ബാലിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞോ? പറ. അപ്പോൾ ഇത് ഒരു കൂട്ടം ആൾക്കാർക്ക് സംഭവിച്ചിരിക്കുന്ന അപഭ്രംശമാണ്. ആവശ്യമില്ലാത്ത കാര്യത്തിന് പാർട്ടിക്ക് വേണ്ടി സേവനമനുഷ്ഠിച്ച സീനിയർ നേതാക്കന്മാരെ സംസ്കാരശൂന്യനായ ഒരു കൂട്ടം ആളുകൾ ഫേസ്ബുക്കിൽ കൂടി അച്ഛനും അമ്മയ്ക്കും അടക്കം പറയുമ്പോൾ അതിനെ ആക്ഷേപിക്കാതെ അതിനോട് പ്രതികരിക്കുന്ന ഞാൻ ഒട്ടും വളർന്നിട്ടില്ലെന്നല്ല, മാറിയിട്ടില്ല. ഞാൻ മാറത്തില്ല. പാർട്ടിയിൽ ഞാൻ വെറും കൈയോടെ വന്നു. പാർട്ടി തന്ന സ്ഥാനങ്ങളിൽ നിന്ന് കിട്ടിയ അലവൻസുകളും കാര്യങ്ങളും ഞാൻ പിന്നെ മദ്യപിക്കാനും പുകവലിക്കാനും മറ്റു പണിക്കൊന്നും പോകാത്തതുകൊണ്ട് ഒരുപാട് പേരെ സഹായിക്കും. ബാക്കിയുള്ള പണം കാണുമല്ലോ, കുറച്ച് പണം, കാരണം 10-20 വർഷം ഇരുന്നതല്ലേ. പിന്നെ എൻ്റെ വൈഫിന് കോളേജ് പ്രൊഫസറാണ്, അവർക്ക് ശമ്പളമുണ്ട്, പെൻഷനുണ്ട്, അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ ജീവിക്കുന്നതിന് വിഷമമുണ്ട്. മകൻ ഇപ്പോൾ തന്നെ ഉള്ളൂ, അതിനൊരു ജോലിയുണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊരു സാധാരണ കഷ്ടപ്പെട്ട ഒരു കൂലിവേലക്കാരൻ്റെ കഷ്ടപ്പാടില്ല. പക്ഷേ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളെല്ലാം പാവങ്ങളായിരുന്നു, കഷ്ടപ്പെട്ടാണ് വളർന്നത്, പട്ടിണി കിടന്നാണ് പഠിച്ചത്. ഇതൊന്നും ഇവർക്കറിയില്ല, അറിയണമെന്ന് ആഗ്രഹമില്ല. അത് ഓടാട്ടുകാരനോട് ചോദിച്ചാൽ മതി, ഞാൻ അവിടെ ആയിരിച്ചത്. എന്നോട് ഫൈറ്റ് ചെയ്യാൻ പറയണ്ട, ജയിക്കത്തില്ല. എന്നോട് ഫൈറ്റ് ചെയ്ത് ആരും ജയിച്ചിട്ടില്ല. എന്നോട് ഫൈറ്റ് ചെയ്തവർ ഒറ്റയാൾ ജയിച്ചിട്ടില്ല. ഉള്ള കാര്യം എന്താ? കാരണം ഞാൻ പറയുന്ന വസ്തു ഇങ്ങനെ ഉറച്ചു നിൽക്കും അവസാനം വരെ, കളഞ്ഞിട്ട് പോവില്ല. ഞാൻ ആരെയും ആവശ്യമില്ലാതെ ആക്ഷേപിക്കില്ല. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും ഞാൻ ആരെയും ആക്ഷേപിച്ചിട്ടില്ല. 11,000 വോട്ടിന് അമ്പലപ്പുഴയിൽ 11,200 വോട്ടിനാണെന്ന് തോന്നുന്നു അമ്പലപ്പുഴയിൽ MLA അദ്ദേഹം വിജയിച്ചു. അതുള്ള എല്ലാ സംവിധാനവും അതിനു മുമ്പ് അധികാരത്തിലിരുന്ന നമ്മളുണ്ടാക്കിയ റോഡുകളും പാലങ്ങളും ഈ വികസനമല്ലേ അതിൻ്റെ അടിസ്ഥാനം. ആ വോട്ടത്തലം കിട്ടി. അതൊരു വലിയ ഭൂരിപക്ഷം. 3 തവണ ഞാൻ മത്സരിച്ചതിന് ശേഷമാണ് എനിക്ക് 23,000 കിട്ടിയത്. 3 തവണ ജയിച്ച ശേഷം. ആദ്യം എനിക്ക് കിട്ടിയത് 11,000 ചില്ലുവാനോ ഇതേ മണ്ഡലത്തിൽ 2006 ജയിക്കുമ്പോൾ. അത് കൈനകരിയിൽ നിന്ന് 5,000 വോട്ട് വരും. അതുകൂടെ കൊണ്ടാണ് ജയിച്ചത്. അത് തോറ്റുപോയി നിന്ന്. അതിന് മുമ്പ് ഞാൻ 87 മത്സരിച്ച് തോറ്റതാണ് 127. അപ്പോൾ ഒരു നല്ല ഭൂരിപക്ഷമാണ്, സംതൃപ്തികരമായൊരു ഭൂരിപക്ഷം അദ്ദേഹത്തെ സംബന്ധിച്ച്. ആദ്യം മത്സരിക്കുകയാണ്, ജയിച്ചു, MLA ആയി. അവിടെ തന്നെ എനിക്കെതിരെ ഒരു പരാതി. അത് സഹിച്ചതേ അറിയാതെ പരാതി പോവോ? ആരും അറിയാതെ പരാതി പോവോ? പരാതി പോയത് അന്നേരം നാസർക്ക് അറിയില്ല എന്നുള്ളത് സത്യമാണ്. പക്ഷെ ആരിഫിനും സഹിച്ചറിയാനും ആ പരാതി പോയത് അറിയാൻ അത്ര ഞാൻ പറയുന്നുള്ളൂ. പരാതി പോയി, അവിടെ തന്നെ അന്വേഷണം കഴിയുമ്പോൾ അന്വേഷണം നടത്തി ചർച്ച ചെയ്തൊന്നുമില്ല. സുധാകരൻ ശ്രദ്ധിക്കണം, ഒരു താക്കീത് തീർന്നു. പുറത്താക്കാനായിരുന്നു. എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞ് പടക്കം വരെ പൊട്ടിച്ചു. ഇവിടെ പിന്നെ ബ്ലോക്കിൻ്റെ പടിഞ്ഞാറ് വശത്തുള്ള ഒരു സഹാവ്, ഒരു സെറ്റ്, അവിടെ ടീ പാർട്ടി നടത്തി. പുറത്താക്കുമെന്ന് പറഞ്ഞ് ഹരിപ്പാട് ഒരു ഹോട്ടലിൽ വെച്ച് വേറൊരു സഹാവ്, ഇങ്ങനെ കുറച്ച് പേർ. അപ്പം ഇതൊക്കെയാണ്. അത് കഴിഞ്ഞു. അതിനു ശേഷം മാനദണ്ഡത്തിൻ്റെ പേരിൽ ഈ സ്ഥാനങ്ങളൊക്കെ ഒഴിക്കപ്പോൾ സർവ്വതല പാർട്ടി സ്ഥാനം ഇതാണ്. സഹിച്ചറിയാനൊന്നും അറിയില്ലല്ലേ? സഹിച്ചറിയാനതിൽ പങ്കാളിയല്ലേ? പങ്കാളിയാണ്. ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, കൂടുതൽ ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് നമുക്ക് നിർത്താം.